പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നന്ദിയോടുകൂടി പാടികൾ തൃപ്പാദത്തിലായിരിക്കുന്നു. സിംഹാസന മുറിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് രാത്രി സമയം ഞങ്ങൾക്ക് ആവശ്യമായ വചനം താവിന്റെ ദാസനിലൂടെ നിങ്ങൾ തരുന്നതിനല്ലെങ്കിൽ വാഴ്ത്തുന്നു. തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഗ്ലോറിഫൈ ഗോഡ് ദൈവം നൽകിയ വചന അഭിഷേകത്തോടും ശക്തിയോടും ബലത്തോടും കൂടി പ്രസ്താവിപ്പാൻ തക്കവണ്ണം സുഖമേ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ദാസനെ കുടുംബത്തെ മിനിസ്ട്രിയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭൂമിക്ക് വേണ്ടി പൊരുതുവാൻ, ഭൂമിക്ക് വേണ്ടി ഓടുവാൻ, ഭൂമിക്ക് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ അവന് വലിയ ശക്തി ബലം ആത്മാവിന്റെ കൃപ കൊടുക്കുമാറാകണമെന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺസ് പാസ്റ്ററെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി സമയം അടികൾക്ക് അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, കേൾക്കുവാൻ സമയം ഒരുക്കുന്ന വലിയ കൃപയ്ക്ക് അങ്ങേ വാഴ്ത്തുന്നു. അവന്റെ ദാസന്മേലും കുടുംബത്തിന്മേലും മിനിസ്ട്രിമേലുമുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതിന്റെ പൂർണ്ണതയിലേക്ക് ഗമിക്കട്ടെ എന്നടികൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ ചെയ്യണം. ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും പേരായി ഇൻഡിവിജ്വൽസായി അടികൾ അനുഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി സമയം കൊടുക്കുവാനും നീ കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. ആത്മാവിന്റെ കൃപയിൽ അടികൾ എല്ലാവരും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് തീരുന്നുണ്ട് വരെ വലിയ കരുണ, കൃപ, ശക്തി, ബലം ആത്മാവിന്റെ ഒഴുക്ക് നമുക്ക് തെരുമാറാകണമെന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു. യാതൊരു ഇന്ററപ്ഷൻസോ ഹിക്കപ്സോ നെറ്റ് സർവീസിൽ ഉണ്ടാകുവാൻ പാടില്ല. കർത്താവ് മാനിക്കുന്നതിനാൽ അങ്ങ് വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഭാരതഭൂമിയെ അനുഗ്രഹിക്കുന്നു. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ലോകരാഷ്ട്രങ്ങളെ വിടുവിക്കണം. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അത്ഭുതങ്ങളെ ചെയ്യണം. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറച്ചാട്ടെ, കരുണ കാണിച്ചാട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. തുടർമാനം നടക്കുന്ന നമ്മുടെ ഈ മീറ്റിംഗിന്റെ 190 ദിവസത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും മേഘപർണ കർത്താവായ യേശു ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 189 ദിവസങ്ങൾ ദൈവത്തിലായിരിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അനുഭവങ്ങൾ അനുഭവിപ്പാതൊക്കെ ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടെ ഭാഗ്യം നൽകിയല്ലോ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവ ശുശ്രൂഷയ്ക്കായി ആരാധന ലീഡ് ചെയ്യുവാനായി നാം ക്ഷണിച്ചിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് മാത്യുവിനെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. വളരെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന, വളരെ താഴ്മയോടെ, വളരെ ബഹുമാനത്തോടെ കർത്താവിന്റെ വിശ്വസ്തയോടെ വേല ചെയ്യുന്ന ദൈവത്തിനാണ് സ്തോത്രം. അത് ആരാധന അവിടെ ലീഡ് ചെയ്ത് ഹല്ലേലൂയ അത് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ദിവസങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്ന ദൈവത്തിനാണ് ഇതിനകത്തോടെ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്തദാസന് ഞാൻ യേശുക്രിസ്തു നാമത്തിൽ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ സ്തോത്ര ഈ പ്രാരംഭ സമയങ്ങൾ വർഷിപ്പ് ലീഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ദൈവം സൂക്ഷിക്കുന്ന സമയങ്ങളാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്ര ദാസരെ ദൈവത്തെ അനുഗ്രഹിക്കുമാറാക്കട്ടെ. അതോടൊപ്പം തന്നെ തന്റെ പിന്നിൽ തന്റെ ശുശ്രൂഷയിൽ സഹായിക്കുവാൻ, കീബോർഡ് വായിക്കുവാൻ വന്നിരിക്കുന്ന പ്രിയ കർത്തദാസൻ പ്രിയ ബോണിക്ക് അതിൽ സ്തുതിക്കുന്നത് പ്രിയപ്പെട്ട യേശു നാമം ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാത്രി ഈ മകൾ വളരെ പ്രാപ്തരായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വന്ന് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും താമസം വരുമാറാക്കട്ടെ, പ്രാപ്തരായിരിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാക്കട്ടെ. തുടർ നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി ആരാ ലീഡ് ചെയ്യാനായി ആ പ്രിയ ദൈവദാസന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിരമിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. കർത്താവിന്റെ ദാസൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായി നന്ദി പറയുന്നു. ഈ നല്ല സമയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 190 ദിവസക്കാലം 189 ദിവസവും നമ്മോട് കൂടിയിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മോട് കൂടിയുണ്ട്. അവന്റെ കരം നമ്മെ തൊടുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നമ്മെ തന്നെ സമ്പൂർണമായി ദൈവസന്നിധി അല്പസമയം സമർപ്പിച്ച് കർത്താവിന്റെ പാദപീഠത്തിലോട്ടൊന്ന് ചെല്ല, അവന്റെ മുമ്പിൽ നമുക്കൊന്ന് നമസ്കരിക്കാം. ലോകത്തിന്റെ സ്നേഹമൊക്കെ മാറിപ്പോകുമ്പോഴും മാറുകില്ലെന്ന് വാക്കു പറഞ്ഞ ഒരുവനായി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുള്ളത്. അവന്റെ സാന്നിധ്യം നമ്മെ തൊടുന്നതാ, അവന്റെ സാന്നിധ്യം നമ്മെ ചലിപ്പിക്കുന്നതാ.
ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസനെ അല്പസമയം അടഞ്ഞിരിക്കട്ടെ. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നേ, എൻ്റെ ഉള്ളം ക്ഷീണിക്കുമ്പോൾ ഞാൻ പാടും യേശുവിനെ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ പറന്നുയരും. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ആ ഗാനം ഒന്ന് ചേർന്ന് പാടുവാൻ കഴിയും. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധവും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും എൻ്റെ യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധവും. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നി. ചേർന്ന് പാടാമോ? എന്നുള്ളം ക്ഷീണിക്കുന്നേ, ഓ ഞാൻ പാടും ഓ യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ ഉയരത്തിൽ, നാഥൻ സന്നി. ഒരിക്കൽ കൂടി, ഓ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും എൻ്റെ യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധവും.
അറിയാവുന്നവരെല്ലാം ചേർന്ന് എന്റെ ഉള്ളം ക്ഷീണിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് വന്ന എല്ലാവരും ഒരുപക്ഷെ ഇന്ന് രാത്രി വേദനയോടെ ആയിരിക്കാം ദൈവസന്നിധിയിലായിരിക്കുന്നത്, ഒരുപക്ഷെ സങ്കടത്തോടെ ആയിരിക്കാം ദൈവസന്നിധിയിലായിരിക്കുന്നത്, ഒരുപക്ഷെ ആരും സഹായമില്ലെന്ന് തോന്നുന്ന രാത്രിയായിരിക്കാം ഈ രാത്രി. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരപ്പെടേണ്ട, നിന്നോട് കൂടെയുള്ളവൻ ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരുവനാ, നിന്നോട് കൂടെ നിൽക്കുന്നവൻ, ഈ ലോകത്തിന്റെ സൃഷ്ടാവാ. നിന്റെ വേദനകൾക്ക് മീതെ, നിന്റെ സങ്കടത്തിന് മീതെ അവൻ വഴിയൊരുക്കുന്നവനാ. അത് സ്വീകരിക്കുന്നവർ കരങ്ങളെ അടിച്ചെന്ന് യേശുവിനെന്ന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. എന്നുള്ളം ക്ഷീണിക്കുന്നു, ക്ഷീണിക്കുന്നേ. ഇന്ന് രാത്രിയിലും ആ ക്ഷീണിച്ചിരിക്കുന്ന ചിലരെ അവൻ ഉയർത്തുന്ന, തളർന്നിരിക്കുന്ന, അവൻ കുഴഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ മുഴങ്കാലുകളെ ദൈവം ഇന്ന് രാത്രി നിവർത്തുന്ന രാത്രിയായി തീരട്ടെ. ഇന്ന് രാത്രി ഞാനൊന്ന് വിശ്വസിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി ഇതിനകത്തൂടെ ചലിക്കുന്നുണ്ട്, വ്യക്തി ജീവിതങ്ങളിലേക്ക് ചലിക്കുന്നുണ്ട്, വിഷയങ്ങൾക്ക് ചലിക്കുന്നുണ്ട്, ഭാരങ്ങളിലേക്ക് ചലിക്കുന്നുണ്ട്, ആമേൻ നിങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് ചലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തമായി വ്യാപരിക്കുന്ന ഈ രാത്രിയിൽ അത് സ്വീകരിക്കുന്നവർ യേശുവിനൊന്നും മഹത്വം കൊടുത്ത് അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. അവന്റെ കരം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട്, അത് അത്ഭുതത്തിന്റെ കരമാണ്. അത് ആമേൻ ഹല്ലേലൂയ ആമേൻ അതിശയമായി നമ്മുടെ ജീവിതത്തിലെ വഴികളെ തുറക്കുന്ന കരമാകുന്നെങ്കിൽ ഇന്ന് രാത്രി അവൻ വഴിയൊരുക്കും. ആഴികളിൽ വഴിയൊരുക്കുന്നവൻ ആമേൻ. ആ ഒരു വഴിയില്ലെന്ന് തോന്നിയാലും അവിടെയും വഴിയൊരുക്കുന്നവൻ, വഴിയൊരുക്കും അവൻ. ആഴികളിൽ വലങ്കൈ പീഡിച്ചെന്നെ വഴി വഴിയൊരുക്കുന്നവനാഴികളിൽ. എത്ര പേർ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്, അത് റിസീവ് ചെയ്യുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ആഴിയിൽ വഴിയൊരുക്കുന്നവൻ, വഴിയൊരുക്കുന്നവനാഴികൾ. വാതിലുകൾ പലതും അടഞ്ഞിടിലും
വല്ലഭൻ പുതുവഴി തുറക്കും. വല്ലഭൻ പുതുവഴി തുറക്കും. എല്ലാ കണ്ണുകളും ഒന്ന് അടഞ്ഞിരുന്നിട്ട് ഇപ്രകാരം, കർത്താവേ, അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി കുടുംബ ജീവിതത്തിനകത്ത് വഴികളാണോ അടഞ്ഞിരിക്കുന്നത്? ഇന്ന് രാത്രി അവൻ തുറക്കുവാൻ വിശ്വസ്തൻ. ആരുമില്ലാത്ത കെരീത്തില് ഏലിയാവിനെ പോറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അതിശയമായി പോറ്റിയ ഒരു ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ, ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ മോശയുടെ മുമ്പിൽ അടയപ്പെട്ട വഴികൾ പലതും തുറന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്കും നിങ്ങളോട് പറയുവാനൊന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ഒരു ശക്തി, അത് അത്യന്ത ശക്തി മൺകൂടാരങ്ങൾ ഇന്ന് രാത്രി പകരുകയാണ്. അത് പ്രാപിക്കുന്നവർ യേശുവിന് അധികാരമുള്ള നാമത്തിൽ അതൊന്ന് പ്രാപിച്ചേ, വിശ്വാസത്തോടെ അതിനൊന്ന് പ്രാപിച്ചേ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. നമ്മുടെ യേശു നല്ലവനാണ്. നമ്മൾ കരങ്ങളെ അടിച്ച് അടുത്ത ഗാനം ചേർന്ന് പാടി കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി എൻ്റെ ദൈവം വലിയവ ചെയ്യും, വലിയവ ചെയ്യും? താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അങ്ങനെയെങ്കിലും മഹത്വം മുഴുവൻ എൻ്റെ കർത്താവിന് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് അടുത്ത ഗാനം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദായയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദായയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പേരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ശക്തിയും ബലവും എന്നേശുവിന്, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും എന്നേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ജറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ജറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും എന്നേശുവിന്, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും എന്നേശുവിന്. എൻ്റെ കാൽകളെ പാറമേ നിർത്തി, എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ്റെ കാൽകളെ പാറമേ നിർത്തി, എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു, എൻ ദൈവത്തിനു സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു, എൻ ദൈവത്തിനു സ്തുതി തൻ. ചേർന്ന് ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും എന്നേശുവിന്, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ശക്തിയും ബലവും. ഓ യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദായയോ എന്നുമുള്ളത്. യേശു നല്ലവൻ,
അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമാരിതൽ കാരാരിബൽ ശേരഗലം ശരമൗഡല ജീവല ഗേരഗലം ശരമൗഡല ദേവല ഗേരഗലം ശാരിഗദല കന്ദേരേബലജേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ഓരശ്വര വൈഡാരിഗദാരിഗദല ദേരവലം ശരമൗഡല ദേരം അന്തേരവലം ശരമൗഡല ദേവല ദേരം അന്തേരഗലം ശരദീപൽ ശാനഗലം ശേരിഗദല ദേവൽ അന്തേരേ വൈഡല ദേരവലം ശരമൗഡഗലം ശരദേവല ദേരവല അന്തേരിഗദല ജൂരവല ശരമൗഡല ദേ അടഗമന ദുരമാനഗലം ശരദീപല ജാനഗലം ശാര അന്തേരിബൽ കാനഗലം ശരദീപല ദേരഗലം ശാര ദീപലഗലം ശരദീപല ജീരവല പുരവൽ കമന അന്തരദേവല ദേരഗലം ശരമൗഡഗലം ശരദീപാല. ഓ ശോലാമാരിബാല അന്തേരെ വൈഡാലാദ വൈഡാരിദാരേ അന്തേരിബ ശാനഗലം ശരവത്തര മൗഡഗലം ശേരിഗദല ദൂരവല അന്തേ. ഓ റബശിയാദല റബബബശിയാതരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനവും പുകഴ്ചയും ബഹുമാനവും ഒക്കെ ഒക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ബഹുമാനവും പുകഴ്ചയും ഒക്കെ ഇന്ന് രാത്രി ആർക്കാന്നറിയാമോ? നമ്മെ ഏറ്റവും സ്നേഹിച്ച നമ്മുടെ കർത്താവിന്. ഇന്ന് രാത്രിയിലും ചില ഉടയപ്പെടലുകൾ, ഉടഞ്ഞിരിക്കുന്ന അവസ്ഥകൾക്കകത്തുനിന്നൊരു പുറപ്പാട് എന്റെ ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബ ജീവിതങ്ങളിലേക്ക് കൽപ്പിക്കുക. ഓ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നുണ്ട്. ചില കുടുംബങ്ങൾക്കകത്തേക്ക് അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ വേണ്ടി. എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നല്ലേ? എത്രയോ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു, ഉപവാസത്തോടെ കാത്തിരിക്കുന്നു. ഇതുവരെ എന്തേ എനിക്കൊരു വിടുതലില്ലെന്ന് ആഗ്രഹിച്ച മണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി യേശുവിന്റെ മഹത്വം. Hallelujah. Praise the Lord. Amen. Hallelujah. Hallelujah. Jesus. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതൊരു വലിയ പദവിയായി ഞാൻ കണക്കാക്കിയ കർത്താവിൻ്റെ അഭിഷേക്തദാസൻ ജോൺസൺ പാസ്റ്റർ, കുടുംബം, ഹല്ലേലൂയ, ഈ ലൈനിലായിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ആദ്യമായി അറിയിക്കട്ടെ. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്ന ചിലർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു രാത്രി ആയതുകൊണ്ട്, ദൈവം പറഞ്ഞ് ദൈവത്താൽ കൽപ്പിക്കപ്പെട്ട ഒരു രാത്രി ആയതുകൊണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി നീട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ കർത്താവ് ദാസൻ ജോസഫ് വർഗീസിനെ ഞാൻ ഓർക്കുന്നു. ഈ തരുണത്തിൽ ഒരിക്കൽ കൂടി പരിചയമുള്ള ചില മുഖങ്ങളെ കാണുന്നുണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ, എനിക്ക്
ആമേൻ. ഹല്ലേലൂയ. പരിചയമുള്ള ചിലർ ഏറെ ആൾക്കാർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഈ രാത്രി ദൈവത്തിൻ്റെ രാത്രിയാണ്. എല്ലാ കണ്ണുകളും ദൈവ സമയത്ത് അടഞ്ഞിരുന്നാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കണ്ണുകളും അല്പസമയം അടഞ്ഞിരുന്നാണ്. രാജ്മാനാദിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാഷക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. ഈ ലൈൻ കടന്നു വന്ന എല്ലാവരെയും ദൈവം ഒരേപോലെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അത്രിപ്പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. ഈ രാത്രി ഒരുപോലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ സ്പർശനം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി വന്ദനത്തെ ആദ്യമായി അറിയിക്കട്ടെ. ഇന്നത്തെ അധികം സമയം കളയാതെ തന്നെ ഇന്നത്തെ രാത്രിയിലത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 33:9 ഞാൻ വായിക്കുന്നു. അവൻ അരുളി ചെയ്തു, അതങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അങ്ങനൊരു അരുളപ്പാട്, അങ്ങനൊരു കൽപ്പന കർത്താവിങ്കിൽ നിന്ന് പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി യേശുവിന് അല്പസമയം ഒന്ന് മഹത്വം കൊടുത്തേ. ഇതുവരെ അരുളി ചെയ്യാത്തത് ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവചന ശബ്ദത്തിൽ ആമേൻ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഇപ്രകാരം വിളിച്ചു പറയും, ഉറപ്പായി വിളിച്ചു പറയും. എൻ്റെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ഊവന. ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തിന്റെയും ഉളവാക്കിയ ദൈവം, സകലത്തിന്റെയും നായകനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഇപ്രകാരമാ പറയുന്നത്, ഞാൻ കൽപ്പിക്കും, അതങ്ങനെ സ്ഥാപിതമാകും. ഇന്ന് രാത്രി ഞാൻ ആ ദൂത് ഏറ്റെടുക്കുക. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസതയോടെ സംഭവിക്കട്ടെ. സ്ഥാപിതമാക്കാതെ കടന്നിരുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇതുവരെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തിലേക്ക് കേറുവാൻ കഴിയാതിരുന്നതിനെ കർത്താവ് പുതുതായി ഒന്ന് സ്ഥാപിക്കുക, പുതുതായി ഒരു വഴി തുറക്കുക, പുതുതായി പറയുക, ഓ ഉളവാകട്ടെ എന്ന്. ഇന്ന് രാത്രി അവന്റെ ശബ്ദം ഇന്ന് രാത്രി എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ചലിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. അരുളി ചെയ്യും, അത് സംഭവിക്കും. കൽപ്പിക്കും, അത് സ്ഥാപിതമാകും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ ശബ്ദം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പുറപ്പെട്ടാൽ അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. സങ്കീർത്തനം 29 മുഴുവനായി നാം കാണുമ്പോൾ ഇപ്രകാരം പറയുന്ന അവന്റെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. അവന്റെ ശബ്ദം മഹിമയോടെ ആമേൻ വെളിപ്പെടുന്നു. അത് വെള്ളത്തിൻ മീതെ വെളിപ്പെടുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളെ തോലിരിക്കുന്നു. ഹല്ലേലൂയ. അഗ്നിയെ അത് ചിഹ്നിക്കുന്നു. ശക്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, അശക്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. അത് ഉറപ്പായി വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് യേശുവിന്
കുഞ്ഞുങ്ങളെ ഓർത്താണോ മാതാവേ നീ ഭാരപ്പെടുന്നത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. പുതുതായി ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടി, പുതുതായി ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി, പുതുതായി നഷ്ടപ്പെട്ടതിനെ ചിലത് മടക്കി തരാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന പ്രകാരമാ. മടങ്ങി വരുന്നതല്ല, പുതുതായി ഒന്ന് സ്ഥാപിക്കുവാൻ എന്റെ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. എങ്കിൽ ഇന്ന് രാത്രിയിൽ യഹോവയുടെ ശബ്ദം, എന്റെ അപ്പന്റെ ശബ്ദം, മാതാവേ, പിതാവേ, സഹോദര സഹോദരി, കുഞ്ഞെ, കർത്താവിന്റെ ദാസനെ, ഹല്ലേലൂയ. ഞാൻ എല്ലാവരോടും സ്നേഹമായി ഇപ്രകാരമാ പറയുന്നത്, യേശുവിന്റെ ശബ്ദം ഇതുവരെ മുഴങ്ങപ്പെടാത്ത മേഖലകളിൽ, ഹല്ലേലൂയ, ഇതുവരെയും എന്നെ ആരും സഹായിപ്പാനില്ലല്ലോ, എൻ്റെ ആശകളൊക്കെ അവസാനിച്ചെന്ന് തോന്നിയല്ലോ, ഹല്ലേലൂയ, വഴിയൊക്കെ മുടങ്ങിയെന്ന് തോന്നിയല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഈ പോയിന്റിലായിരിക്കുമെന്ന് ചിന്തിച്ചു. ജോലി നഷ്ടപ്പെട്ടു, സാഹചര്യങ്ങൾ പ്രതികൂലമായി, കുടുംബത്തിലുള്ളവർ എല്ലാം വിരോധമായി, ജീവിതത്തിന്റെ പ്രതിസന്ധി മേഖലകളിൽ തളർന്നു വീണവനെ പോലെ മാറി നിന്നു. ജനമൊക്കെ ചൂണ്ടുവിരൽ ചൂണ്ടി ഇപ്രകാരം പറഞ്ഞു, എവിടെയാ നിന്റെ ദൈവം? ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി ചലിക്കുന്നല്ലേ പറഞ്ഞത്? എവിടെയാ ശബ്ദം? എവിടെയാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ? നിന്റെ പ്രാർത്ഥനയുടെ ഫലം എവിടെ എന്ന് ചോദിച്ചവരുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പന പുറപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, എന്താണോ കൽപ്പിക്കേണ്ടത്, ദൈവത്തോട് ഒന്ന് സംസാരിക്കാം. ഞാൻ ഉറപ്പായി വിശ്വസിക്കുക, കർത്താവിന്റെ ആത്മാവ് നമ്മെ തോടും. ഹല്ലേലൂയ. നിസ്സഹായതയിൽ കരയുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുക. കഴിഞ്ഞ മാസം വഴി തുറക്കുമെന്ന് വിചാരിച്ച വല്ല വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് കരഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം പറയാം. ഒരു വഴിയും തുറന്നില്ലെങ്കിലും, ഒന്നും സംഭവിച്ചില്ലെങ്കിലും, ലോകത്തിന്റെ ഉടയവനായ സൃഷ്ടാവ് അടുത്ത് നിൽക്കുക. അവൻ നിന്നെ കൂരിലിന്റെ താഴ്വരയിൽ ഒറ്റയ്ക്ക് വിടില്ല. ഹല്ലേലൂയ. അവൻ എനിക്കും നിങ്ങൾക്കും സഹായമായി, എനിക്കും നിങ്ങൾക്കും മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യഹോവയുടെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി നീട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങിയോ? നമ്മുടെ ചിന്ത ഗെനസരേത്ത് തടാകത്തിലേക്കൊന്ന് നീക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഹല്ലേലൂയ. വളരെ പരിചിതമായ ഭാഗം. അവിടെ ഞാൻ ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ലാതെ വണ്ണം അനേക സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാരാൽ, അഭിഷക്ത ദാസന്മാരാൽ, ഹല്ലേലൂയ, ദൈവം നമ്മോട് ഇടപെട്ട വചനം. ഹല്ലേലൂയ. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം പടകൽ തീരത്തോട് ചേർന്നു. പത്രോസിനോട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് ചോദിക്കാം, അല്ലയോ പത്രോസേ,
എന്നാ ഉണ്ട്? നമ്മുടെ നാടൻ ഭാഷയിലൊന്ന് പറഞ്ഞ എന്തോ ഉണ്ട്. ഉറപ്പായവൻ പറയും, പ്രതീക്ഷയ്ക്ക് കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു. ഇത് തന്നെ അവൻ കർത്താവിനോട് പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. നിസ്സഹായതയുടെ അവസ്ഥ, എംപ്റ്റിനെസിന്റെ അവസ്ഥ. ഏകദേശം 26 കിലോമീറ്ററോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന അവൻ ആ തടാകത്തിൽ നിന്ന് അനേകം ഗ്രാമങ്ങൾ നിത്യവൃത്തി കഴിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ മുക്കും മൂലയും നന്നായി അറിയാമെന്നവൻ കഴിഞ്ഞ രാത്രി മുഴുവൻ, ഒരു രാത്രി മുഴുവൻ ആ കടലിനകത്ത് ആമേൻ ഹല്ലേലൂയ എവിടെയാണോ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനായിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ അധ്വാനിച്ചു. അധ്വാനം മുഴുവൻ വൃഥാവായി പോയി. ഇന്ന് രാത്രിയിൽ അവൻ നിൽക്കുന്നത്, ഇന്ന് പകൽക്കാലം നാം നിൽക്കുന്നത്, ഇന്ന് രാത്രിയിൽ ഞങ്ങളായിരിക്കുന്ന ടൈം സോണുകളിൽ നിൽക്കുന്നവർ ഹല്ലേലൂയ ഇപ്രകാരമായിരിക്കാം ചിന്തിച്ചത്. രാത്രികൾ പകലുകൾ പലതും അധ്വാനിച്ചു, ഒന്നും കിട്ടാതെ ആമേൻ ഹല്ലേലൂയ സങ്കടത്തോടെയും ഭാരത്തോടെയും ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് നിനക്ക് വേണ്ടി ഒരുവൻ കടക്കരയിൽ വന്നിട്ടുണ്ട്. അവന്റെ ശബ്ദം ഇന്ന് രാത്രി പുറപ്പെടും. അവൻ ഇപ്രകാരം പറയും, ആഴത്തിലേക്കൊന്ന് വല നീട്ട, ആഴത്തിലേക്കൊന്ന് ഇറക്ക. ഇതുവരെ നീ അറിഞ്ഞിട്ടില്ലാത്ത മണ്ഡലത്തിലല്ല, ഇതുവരെ നീ ചെയ്തിട്ടില്ലാത്ത മണ്ഡലത്തിലല്ല. ഇന്ന് രാത്രി ഞാൻ തുറക്കാൻ പോകുന്ന വഴി അത് വലുതും വിശാലവുമായിട്ടുള്ളതാ. ഇന്ന് രാത്രി ഒരു പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ട മണ്ഡലത്തിലല്ല, തോറ്റുപോയിടത്ത് ഹല്ലേലൂയ ഇതുവരെ രാവിലെ സമയത്ത് നിങ്ങൾക്ക് പറയുവാനുള്ള സാക്ഷ്യം, അയ്യോ ഞാൻ അധ്വാനിച്ചു, എൻ്റെ എക്സ്പീരിയൻസ് അത് വളരെയാ ഹല്ലേലൂയ, ഇതിന്റെ മുക്കും മൂലയും എനിക്കറിയാം, വല എങ്ങനെ ഇടപെടണമെന്ന് എനിക്കറിയാം, വള്ളം എങ്ങനെ നീക്കണമെന്ന് എനിക്കറിയാം. പത്രോസേ, നീ പരാജയപ്പെട്ട സ്ഥലത്ത് നിനക്ക് വേണ്ടി ഒരുവൻ ഇന്ന് കടൽ കരയിൽ വന്നിട്ടുണ്ട്. അവന്റെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ആഴത്തിലേക്ക് വല നീക്കുക. എന്താ പത്രോസേ ഈ ആഴം നിനക്ക് ഇതുവരെ വെളിപ്പെടാത്തത്? എന്താ പത്രോസേ നിനക്ക് വേണ്ടി ഇതുവരെ ആ ആഴം വെളിപ്പെടാത്തത്? ഒരു തിരഞ്ഞെടുപ്പ് നിന്റെ പിന്നിലുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് നസ്രായൻ നിന്റെ അടുത്തേക്ക് വന്നത് നിന്നെ അതിനകത്തു നിന്ന് ആമേൻ രക്ഷിക്കേണ്ടതിന് വേണ്ടി, അതിനകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട വേണ്ടി, അതിനകത്തു നിന്ന് ഒരു സ്ഥാനമാറ്റം സംഭവിക്കേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രിയിലും അവന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഇപ്രകാരമാ, ഹല്ലേലൂയ, നിന്റെ പരാജയത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ ഇന്ന് രാത്രിയെ പരാജയത്തിന് മേലൊന്ന് കൽപ്പിക്കാൻ പോകുക. പരാജയമേ മാറി നിൽക്ക, ദൈവത്തിന്റെ ശബ്ദം അവിടെ പുറപ്പെടും. ആഴത്തിൽ നിനക്ക് വേണ്ടി വലയിറക്കുമ്പോൾ അവിടെ തുറക്കുന്ന വഴി എന്റെ വഴിയാ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുക, നീ ഉണ്ടാക്കിയ വഴിയല്ല, നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയ വഴിയല്ല, നീ പറഞ്ഞ വഴിയല്ല, എന്റെ വഴി അത് എന്റെ വഴിയാ. ദൈവത്തിന്റെ വഴി തികവുള്ളതാ. കർത്താവിന്റെ വാക്ക് അവിടെ പുറപ്പെട്ടു. പത്രോസ് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ ആ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ടും ദൈവത്തിന്റെ ആലോചന അതേപോലെ തന്നെ സ്വീകരിക്കുന്ന കുറച്ച് ദൈവമക്കൾ ഇതിനകത്തുള്ളത് കൊണ്ടും ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് പൂർണ്ണമായത് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം മാത്രം, ഞാൻ ആലോചന മാത്രം വിളിച്ചു പറഞ്ഞ ദൈവസന്നി താഴ്മയോടെ ആമേൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ടൈം സോണുകൾ ഏതെന്ന് എനിക്ക് വിഷയമല്ല, ദൈവത്തിന് വിഷയമല്ല, നിങ്ങൾക്ക് പോലും ഒരു പക്ഷേ വിഷയമല്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ആ ടൈം സോണുകളിൽ നിരാശയാണോ, നിശബ്ദതയാണോ, നിന്റെ ജീവിതത്തിൽ മൂകമായ അവസ്ഥയാണോ വന്നിരിക്കുന്നത്? ഓ, ഇന്ന് രാത്രി അതിന്റെ ആഴത്തിലേക്ക് ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, എന്നോടൊപ്പം ഇപ്രകാരം ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. പത്രോസിന് വെളിപ്പെട്ട ആഴം അത് വലുതായിരുന്നു. പത്രോസിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ആമേൻ വെളിവാകപ്പെട്ട സ്ഥലം അത് ക്ലിയർ ആയിരുന്നു.
പക്ഷെ അവന്റെ പരാജയം അവൻ അറിയത്തില്ല എന്നാ സംഭവിച്ചെന്ന്. പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ ഒന്നുണ്ട്. ആ പരാജയത്തിലേക്ക് ഞാൻ പറയും, എന്റെ ശബ്ദം പുറപ്പെടും, നീ വലയിറക്ക്. ഹല്ലേലൂയ. നിന്റെ തോൽവിക്കകത്തേക്ക്, നിന്റെ തോൽവിയിലേക്ക് എനിക്കൊരു ദൈവപ്രവൃത്തിയുമായി വരുവാനുണ്ട്. ആമേൻ. ഞാൻ പറയും, എന്റെ വാക്ക് കൽപ്പിക്കും. എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ്, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചു കാണും. അതുവരെ ഇല്ലാത്തൊരു കൂട്ടം ആ ആഴത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പരാജയത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, നിന്റെ പരാജയത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി കൽപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാസത്തിൽ തളർന്നു പോയ, മാർച്ച് മാസത്തിൽ തളർന്നു വീണ ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരമാണ് പറയുന്നത്, നിന്നെ തളർത്തിയിട്ടത് നിന്റെ പരാജയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം ഉയർത്തേണ്ടതിന് വേണ്ടിയാ. ഇന്ന് രാത്രി അവൻ ചിലത് കൽപ്പിക്കാൻ പോകുക. കുടുംബത്തിനകത്ത് ദൈവം കൽപ്പിക്കാൻ പോകുക. കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്തേക്ക് കൽപ്പിക്കാൻ പോകുക. നഷ്ടപ്പെട്ട ജോലി മണ്ഡലത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കുക. ഇന്ന് രാത്രി അവന്റെ ശബ്ദം പുറപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ടിട്ട് നിനക്ക് വേണ്ടി വഴി തുറങ്ങിയാൽ നീ ഒരു സാക്ഷ്യമായി തീരും. കൂടെയുള്ള പടകുകളെ വിളിക്കുവാൻ. നിന്ദിക്കപ്പെട്ട മണ്ഡലമല്ലേ, രാവിലെ ഒറ്റയ്ക്കല്ല നിന്നിരുന്നത്. വല കഴിക്കൊണ്ടിരുന്നപ്പോ ചോദിച്ചില്ലേ, എന്നാ പത്രോസേ നീ പരാജയപ്പെട്ടത്? ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന ചിലർ നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് പറയുക ഇന്ന് രാത്രി, ഓ വിഷമിച്ചാണോ കലക്കരെ നിൽക്കുന്നത്? കൂടെയുള്ളവർ കണ്ടു നിൽക്കേ, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രി, ഹല്ലേലൂയ, അത് കുടുംബത്തിനകത്തേക്ക് പുറപ്പെടുകയാണ്. ആത്മസാന്നിധ്യത്തിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ആഴത്തിലേക്ക് വലിയിറക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പത്രോസ് പറഞ്ഞ പ്രകാരമാ, ശീമോൻ, നാഥാ നീ പറഞ്ഞല്ലേ ഞാൻ ഇറക്കാം, നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഇറക്കാം. എന്റെ അനുഭവം കൊണ്ട്, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇത് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല. നാച്ചുറൽ ആയിട്ട് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ല. ആ ടൈം ഒന്ന് ചിന്തിച്ചേ. ഒരു പക്ഷേ മീൻ വെളിപ്പെടുവാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു ടൈമാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് ഒരു കാര്യം ഉറപ്പായി വിളിച്ചു പറയുവാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. നാച്ചുറലിനെ മാറ്റി ദൈവം സൂപ്പർ നാച്ചുറലായി ഒന്ന് ഇന്ന് രാത്രി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി, അല്ല കരങ്ങളെ അടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. Amen, 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 hallelujah. Real pros mania teril kamoriam pravani asmani real pravala gal kamana gadaga shauda prabaladiyana bashante. ഞാൻ പെട്ടെന്ന് അവിടെ ദൈവത്തിന്റെ ആത്മാവിൽ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടട്ടെ. നിസ്സഹായരുടെ നടുവിൽ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു.
എക്സ്പീരിയൻസുകളൊക്കെ 0 ആയപ്പം കർത്താവ് ഇറങ്ങി വന്നു. എംപ്റ്റിനെസ്സിനെ കർത്താവ് മാറ്റിയിട്ട് നിറച്ചു, വള്ളം നിറച്ചു. ഇത് ആത്മമണ്ഡലത്തിൽ ഒന്ന് സ്വീകരിച്ചേ. ഭൗതികമായത് അല്പസമയം ഒന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ആത്മാവിൽ ദരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവനായ എംപ്റ്റിനെസ്സിനെ അറിയാതെ നിന്റെ സ്ഥലം ആഴത്തിലേക്ക് മാറും. എന്താണെന്നറിയാമോ? അവനെനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമായി ഇന്ന് രാത്രി. ഹല്ലേലൂയ. കരയിൽ നിന്ന് നിന്നെ ആഴത്തിലേക്ക് മാറ്റുന്ന ദൈവമാണ്. അവിടെയാ നീ പരാജയപ്പെട്ട്, അവിടെയാ നീ നാണക്കെട്ടത്, അവിടെയാ മാറ്റം വരേണ്ടത്, അവിടെയാ ഞാൻ ഒന്നുമില്ലാതായി പോയത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം അവിടേക്കൊന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട മണ്ഡലത്തിനകത്ത് ഒരു പുതിയ ഉറവ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ സെയിം സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ കാലഘട്ടങ്ങൾ ഇച്ചിരി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കർത്താവിനോട് കൂടെ നടന്നവരാ, അത്ഭുതം കണ്ടവരാ ഇപ്പം വള്ളത്തിലായിരിക്കുന്നത്, വല കഴുകിക്കൊണ്ടിരിക്കുക, കടൽക്കരയിൽ വല കഴുകിക്കൊണ്ടിരിക്കുന്നത്. പെരുത്ത മീൻകൂട്ടത്തിലേക്ക് അവരെ നടത്തിയത് ദൈവത്തിന്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇതൊക്കെ കർത്താവിന് അറിയില്ല. ഇല്ല കർത്താവേ, ഇല്ല ഇല്ല ഇല്ല. പക്ഷെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാതൽ ഒരുക്കി വച്ചിട്ട ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പന എന്തായിരുന്നു അറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെ, വലത്തേക്കൊന്ന് നീക്ക്, വലത്തേക്കൊന്ന് വലയിറക്ക്. ഹല്ലേലൂയ. അവിടെയും നഷ്ടബോധമാണോ വേണ്ടത്? അവിടെയും നിസ്സഹായതയാണോ ഉണ്ടായത്? അവിടെയും പരാജയമാണോ ഉണ്ടായത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാ. ഹല്ലേലൂയ. പരാജയപ്പെട്ടവര് മാത്രമല്ല ഈ അധ്യായത്തിൽ ഇപ്പം കാണുന്നത് കേട്ടോ. അത്ഭുതം കണ്ടിട്ട് നമ്മെ പോലെ തന്നെ ദൈവത്തോട് കൂടെ നടന്നിട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവനെ കണ്ടവരാ. ആമേൻ. ഈ അധ്യായത്തിൽ നിസ്സഹായത അനുഭവിക്കുന്നത്, ഈ അധ്യായത്തിൽ എംപ്റ്റിനെസ് അനുഭവിക്കുന്നത്. ഇന്ന് രാത്രി ആമേൻ പത്രോസിനെ പോലെ ഒരു മടങ്ങി വരവ്, ഞാൻ പാപിയാണെന്ന് അല്ല, എന്നെ തന്നെ ഒന്ന് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഹൃദയത്തിനകത്തൊരു മാറ്റം, പിന്മാറ്റത്തിന്റെ അവസ്ഥയിലാണോ? ഹല്ലേലൂയ. പലതും ദൈവത്തോട് തീരുമാനമെടുത്തിട്ടും പലപ്പോഴും മറന്നുപോയി, പലപ്പോഴും അതിനകത്തുനിന്ന് മാറിപ്പോയി, പലതിലും വീണുപോയ സ്ഥലത്തു നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് പറയുന്നു, മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിലേക്ക്, ദൈവവചനത്തിലേക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിലേക്ക് ഒന്ന് മടങ്ങി വാ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പാൻ, ഒരു താക്കോൽ നിന്നെ ഏൽപ്പിക്കാൻ ഇന്ന് രാത്രി പരാജയപ്പെട്ട മണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ വാക്ക് കൽപ്പിക്കാൻ പോകുക. ദൈവം വിശ്വസ്തനാ, അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം കൊണ്ടുപോകുക. അവിടെ എൻ്റെ യേശു അപ്പച്ചൻ കൽപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളെ തന്നെ പോയി പുരോഹിതന്മാർക്ക് കാണിക്കാം. യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുക. ശമരിക്കും ഗലീലയ്ക്കും നടുവിലായി ഈ സംഭവം നടക്കുന്നത്. 10 കുഷ്ഠരോഗികളാ കഥാപാത്രങ്ങൾ. അവരുടെ ജീവിതത്തിനകത്തെ നഷ്ടബോധം വലുതാ. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത് അവർ പാളയത്തിന് പുറത്താ. അവർക്കൊന്നും പറയാൻ അധികാരമില്ല. എപ്പോഴും അവരുടെ നിസ്സഹായത അവർ വിളിച്ചു പറയണം, അയ്യോ ഞാൻ അശുദ്ധൻ, പാളയത്തിനകത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല.
ഞാൻ അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയപ്പെട്ട മണ്ഡലം. ഹൃദയത്തിനകത്ത വേദന ഒന്ന് ചിന്തിച്ചേ. രോഗം ഒരു സൈഡ്, നിന്നെ ഒരു സൈഡ്, മാറ്റി നിർത്തിയേക്കുന്ന ഒരു സൈഡ്, ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു സൈഡ്. ഇന്ന് രാത്രി അവർ ദൈവത്തോട് യേശുവിനെ കണ്ടപ്പോൾ ഇപ്രകാരം പറയുന്നത്, നസ്രേനെ ഞങ്ങളെ ഒന്ന് സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. അവരുടെ പരിമിതികൾക്കകത്ത് നിന്ന്, അങ്ങനെയാ ദൈവത്തിന്റെ വചനം പറയുന്ന, അകലെ കർത്താവിന്റെ അവർക്ക് അടുത്തു വരുവാൻ കഴിയില്ലാത്ത പരിമിതി എന്താണോ, പരിമിതിക്കകത്ത് നിന്ന് യേശുവിനോട് ഇപ്രകാരം വിളിച്ചു പറയുന്നത്, നസ്രയനെ ഞങ്ങളെ സൗഖ്യമാക്കണമേ. സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ കർത്താവേ? എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് അവർ വിളിച്ചു പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവ സാന്നിധ്യമല്ല അവർ ഇന്ന് രാത്രി അനുഭവിക്കുന്നത്. അവർ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യമല്ല സംഭവിക്കുന്നത്. അവർ മനസ്സിലായി, ഒരുവൻ സൃഷ്ടാവായ ഒരുവൻ, ഉടയവനായ ഒരുവൻ, എന്റെ സൃഷ്ടാവായ ദൈവം, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, അവൻ സകലത്തിന്മേലും അധികാരമുള്ളവൻ, സർവത്തിന്റെ മേലും അധികാരമുള്ളവൻ ഈ രാത്രി എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ അവനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഞാൻ കരഞ്ഞപേക്ഷിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വാക്കവൻ പുറപ്പെട്ടു. അവൻ കൽപ്പിച്ച വാക്കെന്തെന്നറിയാമോ? ലോകം നിന്നെ തള്ളിയ സ്ഥലത്ത് നിന്ന് പുരോഹിതന് കാണിച്ചു കൊടുക്ക. നിയമം നിനക്കെതിരാ, നിനക്ക് പാളയത്തിനകത്ത് വരുവാൻ കഴിയില്ല, പാളയത്തിന് പുറത്താ നിന്റെ ജീവിതം. ഇന്ന് രാത്രി എന്റെ അപ്പൻ കൽപ്പിച്ചാൽ അവൻ പറയും, നിനക്കെതിരെ എഴുതിയിരിക്കുന്ന നിയമങ്ങളെ അവൻ മാറ്റി എഴുതുന്നു. കണ്ടോ, അകല നിന്ന് പറഞ്ഞ അവരെ കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാമോ? അടുപ്പിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേൽ സംഭവിക്കണമെങ്കിൽ കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് വരണം, അല്ലേ? ഹല്ലേലൂയ. അകല നിന്ന് കർത്താവിനോട് ചോദിച്ചത്, യേശു അടുത്തു വന്നു. അവനെ ആ സൃഷ്ടാവായ ദൈവം ഒന്ന് ഉറച്ച് അവൻ അറിഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ ദൈവം ശബ്ദം പുറപ്പെടുവിക്കാൻ പോകുകയാണ്. എനിക്കെതിരെയുള്ള രേഖകളെ കർത്താവ് മാറ്റി എഴുതും. പ്രതികൂല ശക്തികളെ കർത്താവ് മാറ്റി എഴുതും. അതിരിട്ടിരിക്കുന്നതിനെ കർത്താവ് വെട്ടിമാറ്റും. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി അതിരിട്ട ചില മേഖലകൾ, രോഗമാകട്ടെ, അത് ഏത് ബന്ധനമാകട്ടെ, ദൈവത്തിന്റെ പദ്ധതി വ്യാപരിക്കുവാൻ കഴിയാതെ വണ്ണം, ആത്മകണ്ണുകൾ ദർശിക്കുവാൻ കഴിയാതെ വണ്ണം, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേൽ വ്യാപരിക്കുവാതിരിക്കുവാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, മറച്ചു വച്ചിരിക്കുന്ന ചില മതിലുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചെഴുതുക. ദൈവത്തിന്റെ പദ്ധതി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു വിശ്വസിക്കുന്നവർ ഒരുവൻ മാത്രമേ പുറപ്പെട്ടിട്ട് പോയി പുരോഹിതനെ കാണിച്ചിട്ട് മടങ്ങി വരുന്നുള്ളൂ. നിയമം ആ ശമര്യനെതിരാ. ആ ഒരുവൻ വന്നവൻ ശമര്യനാ. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് അടുത്തേക്ക് വരുവാൻ ഒരു ശമര്യക്കാരന് പറ്റത്തില്ല. എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇവർ രണ്ടുപേരും തമ്മിലുണ്ട്, യഹൂദനും ശമര്യനും. കേട്ടോ, ഒന്ന് ആത്മാവിലൊന്ന് ചിന്തിച്ചേ. യേശു കൽപ്പിക്കുമ്പോ ഉണ്ടല്ലോ, അവൻ പറഞ്ഞു പോയി കാണിക്ക. അതിരിട്ടവരവിടെ നിക്കട്ടെ, നിർത്തിയവരവിടെ നിക്കട്ടെ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തള്ളിയവരവർ മാറി നിക്കട്ടെ. ഇന്ന് രാത്രി എനിക്ക് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. ഞാൻ പറയുന്നു, എന്റെ ശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെട്ട് ദുർഘടങ്ങളെ നിരപ്പാക്കും.
സ്തോത്രം. 10 പേർ പോയപ്പോ അവരുടെ കുഷ്ഠം മാറിയിട്ടില്ല. അവർ പുറപ്പെട്ട് അവർ പോയപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ പറയുമ്പം അവർ തമ്മി നോക്കിക്കാണും. അയ്യോ, ചോദിച്ചതൊന്ന്, അവൻ പറയുന്നതൊന്ന്, ഞങ്ങൾ ആഗ്രഹിച്ചതൊന്ന്, അവൻ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ കൽപ്പിക്കുന്നത് എന്തായാലും ഹല്ലേലൂയ, അത് നന്മയ്ക്കായിട്ട് ദൈവത്തിന് തീർക്കുവാൻ കഴിയുള്ളൂ. അവൻ ഇന്ന് രാത്രി കൽപ്പിക്കുന്നത്, ആ പോകുന്ന വഴിയിൽ അവന്റെ ശബ്ദത്തിന്റെ, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെ, ഇന്ന് രാത്രി അവന്റെ ആജ്ഞ അനുസരിച്ച് പുറപ്പെടുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു കാര്യം പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്റെ മതിലുകൾ ഇടിയുന്ന രാത്രിയാ. സംഖ്യയിലും ഒക്കെ നോക്കിക്കേ, കുഷ്ഠരോഗികളുടെ ആമേൻ ഹല്ലേലൂയ അവർ എങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിലും 13-45-46 ഒക്കെ നാം കാണുന്നുണ്ട്. അവർ എങ്ങനെ ആയിരിക്കണമെന്ന് കാണുന്നുണ്ട്. ഒരു സാധ്യതയുമില്ല. പക്ഷേ കാണേണ്ടവനെ കണ്ടപ്പോ അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി, അതിന് മറുപടിയായി പുറപ്പെട്ടൊരു വചനമുണ്ട്, ഒരു ശബ്ദമുണ്ട്. ശബ്ദം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും ശക്തമായി പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അക്കരങ്ങളെ അടുത്ത് യേശുവിനൊന്ന് മഹത്വം കൊടുത്തു. നിങ്ങളുടെ ശ്രദ്ധ അടുത്തൊരു കാര്യത്തിലേക്ക് പോയിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പ്രകാരമാണ് കാണുന്നത്. യേശുവിനെ ഒരു കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു. സാഹചര്യം വ്യക്തമാണ്. യേശുവിന്റെ അമ്മ വന്ന് പറഞ്ഞു, ഇവിടെ പോരായ്മയുണ്ട്, ഇവിടെ ജീവിതത്തിനകത്ത് സന്തോഷക്കുറവുണ്ട്. ഞാൻ ആ ആത്മീക ദൂതിലേക്ക് മാത്രം പോകുക, സമയത്തിന് കുറവുള്ളത് കൊണ്ട്. ആ ഭാഗം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുക. കല്യാണത്തിന് വിളിച്ച ശിശുമാർ യേശു അവിടെ ചെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട മേഖലകളിൽ അവരുടെ കാൽക്കുലേഷൻ മിസ്സായിട്ട് യേശുവിൻ്റെ അമ്മ വന്ന് പറയുക, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. വളരെ പ്രതീക്ഷയോടാ കയറിയത്, വളരെ പ്രതീക്ഷയോടാ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ എല്ലാം അസ്ഥാനത്തായി. കാൽക്കുലേഷൻ മിസ്സായി. വിളിച്ചിരുന്നവരുടെ എണ്ണം കറക്റ്റ് ആയിരുന്നു, പക്ഷെ എങ്ങനെയോ അളവ് മാറിപ്പോയി. പക്ഷെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുണ്ടോ? അവന്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ടോ? അവൻ വന്നാൽ, അവന്റെ ശബ്ദം പുറപ്പെട്ടാലുണ്ടല്ലോ, ഇന്ന് രാത്രി അവൻ കാൽക്കുലേഷനുകളൊക്കെ മാറ്റിയിട്ട് അവൻ പറയും, ആ കൽപാത്രത്തിൽ വെള്ളം നിറപ്പീൻ. പുറംപറമ്പിൽ കടന്ന കൽപാത്രത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് യഹൂദ നിയമങ്ങൾക്കനുസരണമായി കൈകാലുകൾ കഴുകുവാൻ ഉപയോഗിച്ചിരുന്ന പാത്രത്തെ അകത്ത് കൂട്ടിക്കൊണ്ടുവന്നു. അതിനകത്ത് വിഭവസമുദ്രമായ ഒന്നിലേക്ക്, അല്ല സന്തോഷത്തിൻ്റെ കാരണമായി തീരുന്ന ഒന്നിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതി അതിനകത്ത് വെളിപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദം ആമേൻ ഹല്ലേലൂയ പുറപ്പെടുവാൻ കാരണമെന്തെന്നറിയാമോ? ഹല്ലേലൂയ. അങ്ങനെ ഒരുക്കപ്പെട്ട പാത്രത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുവാൻ കാരണമെന്തെന്നറിയാമോ? ഹല്ലേലൂയ. നിന്റെ നിരാശകൾക്കകത്ത്, നിന്റെ സന്തോഷമില്ലായ്മയ്ക്കകത്ത്, നിന്റെ കാൽക്കുലേഷൻ നഷ്ടപ്പെട്ടത്, ഹല്ലേലൂയ, ജീവിതത്തിൽ അസ്തമിച്ചിരിക്കുന്ന, എല്ലാം അസ്തമിച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കേണ്ടതിന് വേണ്ടിയാ. ഒരു സാഹചര്യത്തിലും ഒറ്റ നിമിഷം കൊണ്ട് അത് ഉളവായി വരുന്നത് പാടാ. നാച്ചുറൽ പ്രോസസ് സാധ്യമല്ല. പക്ഷെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചപ്പോഴുണ്ടോ സംഭവിച്ചത് അറിയാമോ? നാച്ചുറലിനെ മാറ്റി ദൈവം സൂപ്പർ നാച്ചുറലായി ഒന്ന് സംഭവിപ്പിച്ചു. അതിനകത്ത്
സ്ഥലത്തെ ദൈവം റീസ്റ്റോർ ചെയ്തെന്നറിയാവോ? ദൈവം കൽപ്പിച്ചാൽ അതിനെ എല്ലാം സ്ഥാപിതമാക്കുന്നതൊന്ന് സന്തോഷം നഷ്ടപ്പെടുത്തരുത്. ദൈവം സ്ഥാപിതമാക്കും. ആമേൻ, ഹല്ലേലൂയ. കാൽക്കുലേഷൻ നഷ്ടപ്പെടുത്തതിനെ 20-30 ആമേൻ അളവുകൾ പറഞ്ഞു തന്നെ കർത്താവ് സ്ഥാപിതമാക്കും. എല്ലാം നഷ്ടപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന്റെ പദ്ധതി ശക്തമായി വെളിപ്പെടും. ഹല്ലേലൂയ. ലാസറേ, എപ്പം നീ ഇരിക്കുന്ന അവസ്ഥ? കഴിഞ്ഞ 4 ദിവസം അല്ല, കുറച്ചേറെ ദിവസങ്ങൾക്ക് മുമ്പ് നീ രോഗിയായിരുന്നല്ലേ? നിന്നെ പ്രതീക്ഷിച്ച് സഹായിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മാറി നിന്നല്ലേ? ജീവിതത്തിൽ സന്തോഷമൊക്കെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ മണ്ഡലത്തിനകത്ത് നീ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചാണ് എന്റെ യേശു വന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കുമെന്ന്. ഇന്ന് രാത്രിയിലും അങ്ങനെ ചിന്തിക്കുന്ന ചിലതിനകത്തുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടണേന്ന്. ഞാനൊരു കാര്യം ഉറപ്പായി വിശ്വസിക്കുക, അവന്റെ മഹത്വം വെളിപ്പെടേണ്ട ടൈം ആയിട്ടില്ല. അവന്റെ സമയം വെളിപ്പെടേണ്ട സമയത്ത് അവൻ ഇറങ്ങി വരും. അവൻ ചിലത് കൽപ്പിക്കും. ലാസറേ, പുറത്തു വാ. അവന്റെ ശബ്ദം കല്ലറയ്ക്ക് പുറത്ത് വെളിപ്പെടുമ്പോൾ 4 ദിവസമായി നാറ്റം വമിച്ചതിനെ കല്ലറയ്ക്ക് പുറത്ത് കൊണ്ടുവന്നിട്ട് കെട്ടഴിപ്പീനെന്ന് അവരോട് പറയും. മനുഷ്യർ കെട്ടിയതിനെ, മനുഷ്യർ പറഞ്ഞതിനെ, മനുഷ്യർ മാറ്റി നിർത്തിയതിനെ, നാറ്റമെന്ന് പറഞ്ഞതിനെ ദൈവം പറയുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പന പുറപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുമ്പോൾ അവൻ സ്ഥാപിക്കുന്നത് പൂർണ്ണമായതൊന്ന്. സഹോദരിമാർ ഒരിക്കലും വന്ന് പറഞ്ഞില്ല ഇതെന്റെ പഴയ ലാസർ അല്ലെന്ന്. സഹോദരിമാർ പറഞ്ഞില്ല ഈ ലാസറിനെ അല്ല എനിക്ക് വേണ്ടതെന്ന്. ദൈവം പറയുമ്പോൾ, ദൈവം ചെയ്യുമ്പോൾ പൂർണ്ണമായതൊന്ന്, ശക്തമായതൊന്ന്, വെളിപ്പെടേണ്ട നന്മകൾ മാത്രം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ കരങ്ങളെ അടിച്ച് അവൻ ദൈവസന്നിധി ഒന്ന് ആത്മാർത്ഥമായി എന്റെ സമയം ഇവിടെ തീരുക. ഓ ഹാൽഖാമാനബസിയ. യെഹെസ്കേൽ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് പോയി പ്രവാചകനോട് ഇപ്രകാരം പറയുന്നത്, അസ്ഥികളോട് കൽപ്പിക്ക. ഒരു ചാൻസും ഇല്ല. ഇത് ഒന്നിനോടൊന്ന് വന്ന് ചേരുന്നത് ഭാരമാ, പ്രയാസമാ. ഇവിടെ ഇങ്ങനെ ഒന്ന് വെളിപ്പെടുകയില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നീ കൽപ്പിക്ക. കാറ്റിനോട് കൽപ്പിക്ക. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവത്തിന് അല്പസമയം അടഞ്ഞിരുന്നുണ്ട്. ഓ ആരെങ്കിലും എന്നെ സഹായിക്കുമെന്നാണോ നോക്കിയിരുന്നത്? ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് ഒന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുക. ദൈവത്തിന്റെ ശബ്ദം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുക. പിശാച് ഏറ്റവും കൂടുതൽ നമ്മെ തളർത്തിക്കളയുന്ന മണ്ഡലം എന്നറിയാമോ? ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നിടത്ത് നമ്മെ കാണിക്കാതെ, നമ്മുടെ ആത്മനേത്രത്തെ തുറക്കാതെ, പ്രവാചക ശിഷ്യനെ പോലെ മുമ്പിൽ വെളിപ്പെട്ട അഗ്നിമയമായ രഥങ്ങളെ വെളിപ്പെടാത്താതെ വണ്ണം, ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെ നഷ്ടപ്പെടുത്തി വണ്ണം, നിസ്സഹായതയുടെ അവസ്ഥയിൽ എന്നും നിസ്സഹായനായി ഇരുന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവനാ പിശാചെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയുവാനുള്ള ദൈവത്തിന്റെ ശബ്ദത്തിൽ ഒന്ന് മുറുകെ പിടിക്കുക. അവൻ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ഒരു ശബ്ദം പുറപ്പെടുവിക്കുക. ആ കുടുംബത്തിനകത്തേക്ക്, വ്യക്തി ജീവിതത്തിനകത്തേക്ക്, രോഗസൗഖ്യത്തിലേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുക. ഹല്ലേലൂയ. ദൈവം പറയുന്നത് ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്. കുടുംബജീവിതത്തിനകത്തേക്ക്, വ്യക്തി ജീവിതത്തിനകത്തേക്ക്, ഭാരമുള്ള വിഷയത്തിനകത്തേക്ക്, മാറ്റി നിർത്തിയ വിഷയത്തിനകത്തേക്ക്, ഒറ്റപ്പെട്ട വിഷയത്തിനകത്തേക്ക്, പരാജയപ്പെട്ട വിഷയത്തിനകത്തേക്ക് യഹോവയുടെ ശബ്ദം പുറപ്പെട്ടിട്ടുണ്ട്.
Shavaramal Kadagani Vaidabul Kalaka Mara Jikara Shavari Ol Divasham Dalada. Amen, amen, amen. Amen. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി അവന്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ട്? എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടഞ്ഞിരുന്നാട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞത് അവൻ കൽപ്പിച്ചു, അതങ്ങനെ സ്ഥാപിതമായി. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലേക്ക്, ഞങ്ങൾക്ക് വെളിപ്പെടേണ്ട മേഖലകളിലേക്ക് ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ചുവെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ച് അല്പസമയം യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Hallelujah. എന്റെ സമയം ഇവിടെ തീർന്നു. Hallelujah. കർത്താവിന്റെ അഭിഷേകദാസനെ വളരെ നന്ദിയുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു മീറ്റിംഗിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച, പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞങ്ങൾ ഈ തരത്തിൽ അറിയിക്കുകയാണ്. ഇതിനകത്തുള്ള എല്ലാവരോടും ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് തമ്മിൽ ആമേൻ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കയറുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യും. പുതിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഒരു കഴിവുമില്ലാത്ത ഹല്ലേലൂയ എന്നെ ദൈവത്തിന് ഹല്ലേലൂയ ഒരു വാക്ക് പറയുവാൻ ബലം നൽകാമെങ്കിൽ എത്രയോ ശക്തന്മാരാ ഇതിനകത്തുള്ളത്. അഭിഷക്തദാസന്മാരെ, ദാസിമാരെ, എഴുന്നേൽക്ക. ആമേൻ. വിളക്ക് ആമേൻ ഒന്ന് കത്തിക്ക. ഈ രാജ്യത്തിന്റെ സുവിശേഷം നിങ്ങളിലൂടെ പരരട്ടെ. അനേകർ യേശുവിനെ വേണ്ടി എഴുന്നേൽക്കട്ടെ. ഈ രാത്രി നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. മാറല്ലേ. ഹല്ലേലൂയ. അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാം. ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാ. Oh, thank you, Jesus. ദാസൻ ജോൺസൺ പാസ്റ്ററോടും ഹല്ലേലൂയ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിനോടുള്ള നന്ദിയെ ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇതിന് മുഖാന്തരമായ ജോസഫ് വർഗീസ് പാസ്റ്ററിനെയും ഞാൻ ഓർക്കുന്ന ഈ തരുണത്തിൽ ഈ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ അഭിഷക്ത ദാസന്മാരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പ്രദേശത്ത് യേശുവിന് വേണ്ടി നിൽക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്ററോടും കുടുംബത്തോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമ നടക്കുന്ന നമ്മുടെ ഈ മീറ്റിംഗിന്റെ 190 ദിവസം നമ്മുടെ മധ്യ കടന്നു വരികയും നമ്മൾ ക്ഷണം സ്വീകരിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ കൂടെ ദൈവത്തിൽ സംസാരിക്കുകയും ആരാധന നന്നായി ലീഡ് ചെയ്ത പ്രിയ പശ്ചേക്ക മാത്രം നന്ദിയെ എന്റെ വ്യക്തിപരമായ പേരിലും സഭയുടെ ആരംഭിക്കുകയാണ്. വളരെ ആത്മാർത്ഥ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്ന ദൈവദാസൻ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതീക്ഷകൾക്കപ്പുറത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നന്നായി ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അതെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അതെ ഹൃദയത്തിന് ആശ്വാസം തരുന്നതാണ്, ഹൃദയം തണുപ്പിക്കുന്നതാണ്, കുളിർമേകുന്നതാണ്. ഹല്ലേലൂയ. ആകെ രാത്രികാലം സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം കേൾക്കപ്പെട്ട ദൈവവചനത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഹല്ലേലൂയ. അവന്റെ കൽപ്പനയുടെ മുൻപിൽ അതേ ചിലത് സ്ഥാപിതമായി തീരും. ഹല്ലേലൂയ.
സ്തോത്രം. എത്ര അസാധ്യതമായി നമുക്ക് തോന്നിയാലും, അടഞ്ഞുപോയി തോന്നിയാലും, സാധിക്കയില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞാലും, യേശുവിന്റെ ഒരു വാക്കിന്റെ മുൻപിൽ സകലവും സാധിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒഴിഞ്ഞ പടകും വലയുമായി നിന്ന പത്രോസിന്റെ ജീവിതം നോക്കിക്കൊണ്ട് അവരുടെ പരാജയത്തിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശങ്ങളെ കണ്ടുകൊണ്ട് യേശുവിന്റെ വാക്ക്, നീ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്കുകയും. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുകൾക്ക് പോലും അതിശയിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവിക പ്രവൃത്തി പത്രോസ് അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി, ഈ ദൈവത്തിന് എന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ, എല്ലാം അവസാനിച്ച് അല്പം പിന്മാറ്റത്തിലേക്ക് പോയി എന്ന് തോന്നിയാലും, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലതുമുണ്ടോ എന്ന് ചോദിച്ചതിന് പിന്നിൽ കരയ്ക്ക് തിബര്യാസിന്റെ കടൽക്കരയിൽ അതേ പ്രാതൽ ഒരുക്കി വെച്ചിട്ടാണ് അവരെ അതിനായി വിളിച്ച് അവരെ കരയ്ക്ക് അടുപ്പിച്ചത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറ വാതിക്കൽ നിന്നുകൊണ്ട് അടഞ്ഞ് സാഗരിലെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും, യേശുവിന്റെ വാക്കിന് മുമ്പിൽ ലാസറേ പുറത്തു വരിക എന്ന വാക്കിന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ചിലത് ജീവൻ പ്രാപിച്ച് പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാറുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ അതേ സാഹചര്യം എല്ലാം തീർന്നുപോയി. വലിയ നിരാശയുടെ നിലവിളിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ അതേ കണക്കുട്ടിലെ എല്ലാം തെറ്റിപ്പോയി ഇടത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ ഒരു ശബ്ദം. ഹല്ലേലൂയ. അതേ സ്തോത്രം. യേശുവിന്റെ അമ്മ പറഞ്ഞ വാക്കിങ്ങനെയല്ലേ, അവൻ നിങ്ങളുടെ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുവീൻ. ഹല്ലേലൂയ. ദൈവദാസന വചനം എടുക്കുമ്പോൾ തന്നെ ചിന്തയിൽ കൂടെ കടന്നുപോയ വാക്കുകളാണ് അത്. അവൻ നിങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവൻ കൽപ്പിക്കുന്നത് കാതോർത്തിരിക്കുന്ന ഒരു ചില ദാസന്മാരെ നമ്മുടെ കാണാൻ കഴിയുന്നുണ്ട്. പറഞ്ഞ നിമിഷത്തിൽ ആ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞപ്പോൾ മറുചോദ്യം ചെയ്യാതെ സ്തോത്രം അതിനായി വിധേയപ്പെട്ടുകൊണ്ട് അതേ ഹല്ലേലൂയ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് എടുത്ത് ഹല്ലേലൂയ അതേ കൊണ്ടുകൊടുത്തപ്പോൾ അതിന്റെ ദൈവപ്രതി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമക്കളെ ഹല്ലേലൂയ അവൻ കൽപ്പിക്കുന്നത് പോലെ തന്നെ അനുസരിപ്പാൻ നാം തയ്യാറായാൽ ചില അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനായി ഏൽപ്പിക്കുവാൻ നമുക്ക് ഇടയാകണം. ഇന്ന് രാത്രി കർത്താവ് എന്ത് കൽപ്പിക്കുന്നോ അതിനായി നാം ഇടയാകുമാറാകട്ടെ. നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ കണ്ണ് അടയ്ക്കാം. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവത്തുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതേ സമരിയ പട്ടണത്തിൽ ഹല്ലേലൂയ അതേ ഇസ്രായേൽ മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജനം മുഴുവനും ഹല്ലേലൂയ പറഞ്ഞിടക്കി ആഹാരമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, മൃഗത്തിന് പോലും വൈക്കോലില്ല. അകമ്പടി നായകർ ഉൾപ്പെടെ ജനം എലീശ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ എലീശയുടെ കാതി കേൾക്കുന്ന ശബ്ദം, നാളെ ഈ നേരം ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ടൊരു വാക്ക് എലീശ വിളിച്ചു പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമര്യയുടെ വടിവാതിക്കലിൽ അത്ഭുതം നടക്കുമെന്ന്. ഹല്ലേലൂയ. രാത്രി ചില കാതുകളെ ശബ്ദം കേൾപ്പിക്കുക. ഹല്ലേലൂയ. ചില ദൈവിക കൽപ്പനകൾ പുറപ്പെട്ടിരിക്കുക. പ്രൈസ് ലോർഡ്. ആ കൽപ്പനകളുടെ പിന്നിൽ ഒരു ദൈവിക അത്ഭുതം കാണാൻ പോകുക. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ കേട്ട ഈ ദൈവിക കൽപ്പനകളുടെ പിന്നിൽ ഒരു ദൈവിക അത്ഭുതം ഞാൻ കാണാൻ പോകുക. ഹല്ലേലൂയ. ഈ വചനം വെറുതെ എന്നെ കേൾപ്പിച്ചിട്ടില്ല. ഈ വചനം കേൾപ്പി പിന്നിൽ ദൈവിക ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. നാളെ ഈ നേരം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നേരത്തോട് നേരം 24 മണിക്കൂറുള്ളിൽ ഒരു ദൈവിക പ്രവൃത്തി എന്റെ ഭാവനത്തിന് മുമ്പിൽ, എന്റെ വ്യക്തി ജീവിതത്തിന് മുമ്പിൽ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മുമ്പിൽ ഞാൻ കാണും. ഇന്ന് കേട്ട ദൈവവചനത്തിന് പിന്നിൽ ഒരു ദൈവിക പ്രവൃത്തിയെ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ കൽപ്പനയുടെ പിന്നിൽ അത് ചില സ്ഥാപിതമാകുന്നത് കാണാൻ പോകുക, ചില സ്ഥാപിക്കപ്പെടുന്നത് കാണാൻ പോകുക, ചില ഉണ്ടായി വരുന്നത് കാണാൻ പോവുകയാണ്, ചില തെളിഞ്ഞു വരുന്നത് കാണാൻ പോവുകയാണ്. കലങ്ങി മറിഞ്ഞ ചെങ്കടൽ നടുവിൽ കൂടെ ഒരു വിശാലമായ വഴി, ഉണങ്ങിയ വഴി. ഹല്ലേലൂയ. ഇസ്രായേൽ കാണാത്ത, മോശ കാണാത്ത, ഭൂമിയിൽ ആരും കാണാത്ത ഒരു വഴി. ഹല്ലേലൂയ. അതേ സ്തോത്രം യഹോവയുടെ കൽപ്പനയിൽ ഉണ്ടായിരുന്നു. രാത്രി ഏൽപ്പിയോട് പ്രാർത്ഥിക്കാം. എല്ലാ കല്ലടച്ചാട്ട് ദയവായി ശബ്ദം പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ അതിനെ ദുർബലമാക്കുവാൻ ആർക്കഴിയത്തില്ല. ദൈവം ഒരു വിഷയത്തിൽ കൈ നീട്ടിയാൽ അതിനെ മടക്കുവാൻ ആർക്കഴിയത്തില്ല. അവൻ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്ന ആരെ അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതേ ഹല്ലേലൂയ. അതേ സ്തോത്രം അവൻ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവരെ കൈ നീട്ടിയിരിക്കുന്നു. അവൻ മടക്കാകുന്നവനാരെ.
രാത്രി അത് ഏറ്റെടുത്താട്ടെ, വചനം ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. അത് ദൈവം ചില കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. ചില കാതുകൾ, ഹല്ലേലൂയ, ചില കുടുംബത്തെ നോക്കി ചില കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. ചില വ്യക്തികളെ നോക്കി, ചില തലമുറകളെ നോക്കി, ചില രോഗത്തിൽ കടന്നു പോകുന്നവരെ ഓർത്ത് നോക്കിക്കൊണ്ട് ദൈവം ചില കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. അതേ ആ കൽപ്പന പുറപ്പെടുന്ന പിന്നിൽ അതേ ചില ദൈവിക സത്യങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. രാത്രി മേന സമർപ്പിക്കാം, കേട്ട് ഞങ്ങൾ ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രേലയിൽ പങ്കെടുത്ത എല്ലാ പ്രിയ സഹോദരനും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ദൈവം ശക്തിയായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ദൈവം എന്റെ ജയിലിൽ സ്ഥാപിച്ചു, ദൈവം എനിക്ക് വേണ്ടി മടക്കി തന്നു, ദൈവം എന്നെ പ്രാർത്ഥന കേട്ടു, ദൈവം എനിക്ക് നിറച്ചു തന്നു, ദൈവനെ മറ്റു തരത്തിൽ മാറ്റം ഇടയത്തുന്നു, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പറയുവാനാകുമാറാകട്ടെ. രാത്രികാല വചനം സംസാരിച്ച ദൈവത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കൂടി ഇരിക്കുവാനും, ശുശ്രൂഷയെ കരുതുവാനും, പിന്നെ ആയിരങ്ങൾ പതിനായിരങ്ങൾ പ്രയോജനം തീരുവാനും ദൈവം ഇടയാക്കുമാറാകട്ടെ. അതിനെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയ ബിജു ബ്രദർ എബ്രഹാം ഗോവയിൽ നിന്ന് പ്രിയ ബ്രദർ ബിജു എബ്രഹാം ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥനയെ സഹായിക്കും. ദയവ് അഡ്മിറ്റ് ചെയ്ത് വന്നിട്ട് ഓക്കെ. ഇംഗ്ലീഷ് പറയട്ടെ? Yes, you can. Father in heaven, we thank you for this wonderful time, Lord. Lord, we exalt your holy name. We worship your holy name, Lord. You're worthy, O Lord, to do. Oh, Lord. You're worthy, O Lord. In Yes. one accord, Lord. At Yes. the throne room, like how the elders and the beasts, they cry out to you, Lord. Holy, 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 Lord. Lord God, who was and who is to come, Lord. Lord, Yes. we thank you for this wonderful time, Lord. Yes. We give you all the glory and we give you all the honor, Lord. Yes, Lord. We say thank you, Lord, for giving us this wonderful opportunity to come through this medium, Lord. We also thank everyone and every single person who were there for this meeting, Lord. We also want to pray for the pastor who shared a powerful message, Lord. Yes, Lord, thank you so much for sharing so powerfully Yes, and unveiling your thoughts and Yes. your desires into our heart, Lord. We give you the glory, Lord, and we give you all the honor because you are worthy, O Lord. You are worthy, O Lord. At your word, Lord. Lord, I have tried in my human being, in my wisdom and knowledge, Lord. But at your word, I will move forward, Lord. At your word, I will speak and every mountain will come down, Lord. At your word, Lord, every stronghold will come down, Lord. Lord, we thank you. We pray for Pastor Johnson and his family. Thank you for the way they are managing this meeting, Lord. It is only your grace, Lord. It's only your grace. Thank you. And we thank you for that grace, Lord. Let that grace continue to cover us, Lord. Let that grace continue to move, help us to move forward, Lord, in strength and might. Hallelujah, Lord. Because you promised that you will make every crooked path straight, every rough path smooth, every mountain will be brought down, and every valley will be exalted, Lord. That is your promise, Lord. At your word, Lord, we will move in strength to strength, in power to power, Lord. Because this is for people who believe, Lord. Yes, Lord, because all authority in heaven and earth is with you. Yes, Lord. And we exercise that authority in every stage of our life, Lord. We give you glory, and once again we thank you for this wonderful meeting, Lord. It is all pre-planned from heaven, Lord. It is not because of us, it is because heaven is guiding us, directing us, bringing the people together and taking care of the internet, the video, and all this electronic media. It is your amazing grace. We just thank you, Lord. We praise you and we exalt your holy name. Amen. Yes, you're worthy, O Lord, to receive glory, honor, and power, Lord. You created all things, and by your will they exist and were created, Lord. Amen. We thank you and we praise you, Lord, and we give you all the glory. Once again, Lord, we pray for everyone, Lord. Bless everyone. Let this message be a blessing, Lord. And we want to hear testimonies after testimonies after testimonies, Lord. Amen. We thank you, we praise you. In the mighty name of Jesus, we pray, Lord. Amen. 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 കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം എപ്പോഴും നാം ഓർത്ത പ്രാസാല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പ്രിയപ്പെട്ടവരും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തവരോട് ഇരിക്കുമാറാകട്ടെ. സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ കടന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഷെയർ ചെയ്ത പ്രിയ പാസ്റ്ററുടെ നന്ദിയെ എന്റെ വ്യക്തിപരമായി അറിയിക്കാൻ ദൈവദാസൻ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സ്തോത്രം ഈ രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും അവരുടെ നന്ദി സ്നേഹവും ഞാൻ അർപ്പിക്കുന്ന ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം ദൈവം കൽപ്പിച്ചത് രാത്രി സ്ഥാപിതമായി തീരട്ടെ എന്ന് ആത്മതെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. പരസ്പര പ്രാർത്ഥനയാണല്ലോ ഈ ബലം എന്ന് പറയുന്നത്. നാളെ നമുക്ക് ഇതുപോലെ മീറ്റിംഗ് ഉണ്ട്. നാളെ